ഹായ് ഗൈസ്, നമുക്കിന്ന് ലിംബോ ഗെയിം കളിച്ചു തുടങ്ങാം. നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവില്ലേ ലിംബോ ഗെയിം എന്താണെന്ന്? ഒരു കാട്ടിൻ്റെ ഉള്ളിൽ അകപ്പെട്ട ഒരു ചെറിയ ചെക്കനാണ്. ചെക്കനെ നമ്മൾ ആ കാട്ടിൽ നിന്ന് രക്ഷിച്ചെടുക്കുക. പോകുന്ന വഴിക്ക് കുറേ പ്രശ്നങ്ങളുണ്ടാവും, അതെല്ലാം സോൾവ് ചെയ്ത് രക്ഷിച്ചെടുക്കണം. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ചെക്കൻ പയ്യെ തല പൊക്കിയിട്ടുണ്ട്. അവിടെ നിന്ന് എണീക്കാൻ പറ്റുന്നുണ്ടോ നോക്കട്ടെ. എവിടെയോ ആരോ കൊണ്ടുവന്ന് ഇട്ടതാണ് ഇവിടെ. ഇപ്പം നിങ്ങൾ ആരെങ്കിലും കളിച്ചിട്ടുണ്ടെങ്കിൽ ഇത് കമൻറ്റ് ചെയ്യാം. ഓരോ ഇഷ്യൂസ് വരുമ്പോൾ അത് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യുക എന്നുള്ളതും നിങ്ങൾ കമൻറ്റ് ചെയ്യാം. ചെക്കൻ എന്തായാലും എടുത്ത് ചാടിയൊക്കെ നോക്കുന്നുണ്ട്, ഒന്ന് വാമപ്പ് ചെയ്യുന്നുണ്ട്. നമുക്ക് പയ്യെ നടന്നു തുടങ്ങാം. പോകുന്ന വഴിക്ക് ഇനി എന്തൊക്കെ പ്രശ്നങ്ങൾ വരും, എങ്ങനെയൊക്കെ വരും എന്നുള്ളത് നമുക്ക് കണ്ടു തന്നെ അറിയണം. ചെക്കൻ എന്തായാലും നടത്തല്ല, നല്ല ഓട്ടത്തിലാണ്. പോകുന്ന വഴിക്ക് ഒരു മരത്തിൻ്റെ മുകളിൽ കൂടെയായിരുന്നു നമ്മൾ നടന്നുകൊണ്ടിരുന്നത്. ചാട്ടമൊക്കെ ചാടുന്നുണ്ട്. ഓക്കെ, ഇവിടെ ഒരു ചെറിയ കുഴിയുണ്ട്. നേരെ ആ കുഴിയിൽ വേണ്ടിയിരുന്നെങ്കിൽ അത് കുത്തി കയറിയാനാണ്. ഇവിടെ എന്താണുള്ളത്? ഒരു വണ്ടി പോലത്തെ ഒരു സംഭവം ഉണ്ട് മരത്തിൻ്റെ, അതവിടെ കെട്ടിയിട്ടിരിക്കുകയാണ്. വലിച്ചെടുത്ത് ഓക്കെ അതിൻ്റെ മുകളിൽ കൂടെ ചാടി കയറി അപ്പുറത്തേക്ക് പോവാം. വള്ളിയിൽ പിടിച്ചിറങ്ങണം. ഇത്രയും ഹൈറ്റിലായിരുന്നു നമ്മളിനി പയ്യെ താഴെ ഇറങ്ങി വരണം. ഓക്കെ, ഇവിടെ നിന്ന് ഇനിയിപ്പം നേരെ ചാടിയാൽ ചിലപ്പോൾ ചത്തുവും. നമുക്ക് ഇടത്തോട്ട് ചാടിയിട്ട് പയ്യെ പോവാം. ഓക്കെ, ഏത് കുഴിയിൽ വീണാലും നമ്മളപ്പം തീരും. അതുകൊണ്ട് നമുക്ക് പയ്യെ പോവാം. ചില സമയത്ത് നമ്മുടെ ചെക്കൻ്റെ കണ്ണ് മാത്രമേ കാണുള്ളൂ. ഇവിടെ ഒരു തോണിയുണ്ട്, ആ തോണിയിലായിരിക്കും ഇനി യാത്ര. നല്ല ആഴമുള്ള കുളമോ പുഴയോ ആണല്ലോ. ഓക്കെ, ചെക്കൻ അങ്ങനെ തോണിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഉള്ളിൽ കൂടെ ഓട്ടമൊക്കെ ഉണ്ട്. എന്തായാലും ഈ തോണിയിൽ പോകുമ്പം വെള്ളത്തിൽ എന്തായാലും പ്രശ്നമൊന്നുമില്ല. ഇനി അങ്ങോട്ട് മുന്നോട്ട് പോകാൻ വേണ്ടി ചിലപ്പോൾ ഈ തോണി ആവശ്യമായിട്ട് വരും. ഓക്കെ, അങ്ങനെ നമ്മൾ കരയ്ക്കെത്തിയിട്ടുണ്ട്. ബാക്കി പോവാം. ചെക്കൻ്റെ ഹൈറ്റ് വെച്ച് നോക്കുമ്പം അത് ചാടിക്കിടക്കാൻ പറ്റില്ല. അപ്പം നമുക്ക് എന്തായാലും ഈ തോണി ആവശ്യം വരും. ഓക്കെ, തോണി വലിച്ചുകൊണ്ട് പോകാൻ പറ്റുന്നുണ്ട്. ആൾ ഇത്ര ഉള്ളെങ്കിൽ ഇത്രയും വലിയ തോണിയൊക്കെ വലിച്ചുകൊണ്ട് പോകാനുള്ള ആരോഗ്യം ഉണ്ട് തോന്നുന്നു. ഓക്കെ, അതിൻ്റെ മുകളിൽ കയറിയിട്ട് നമുക്ക് ചാടി നോക്കാം. അതിൻ്റെ മുകളിൽ നിന്ന് ചാടുമ്പോൾ ചിലപ്പോൾ എത്തും. ഓക്കെ, ജസ്റ്റ് എത്തിയിട്ടുണ്ട്. അവിടെ ഒരു കമ്പുണ്ടായിരുന്നു, അതിലും പിടിച്ച് കയറുന്നുണ്ട്. ഇനി എന്തായാലും നമുക്ക് ഈ വള്ളി പിടിച്ച് കയറി മേലെ എത്തണം. നമ്മളൊരു മേലെ നിന്ന് താഴേക്ക് ഇറങ്ങി, താഴെ നിന്ന് പിന്നെ വേറെ മേലേക്ക് കയറി പോവാണ്. സംഭവം മൊത്തം ഇരുട്ടാണ് ഇവിടെ. അങ്ങ് ദൂരെ കുറച്ച് വെളിച്ചവും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. എന്നാലും ആശാൻ പോകുന്ന ഇരുട്ടത്തിൽ കൂടെ തന്നെയാണ് നമ്മുടെ ലിംബോ. ഇവിടെ ഒരു കെണി വെച്ചിട്ടുണ്ടായിരുന്നു, ജസ്റ്റ് കണ്ടതാണ്. അതിൻ്റെ മുകളിൽ കയറിയിടുന്നെങ്കിൽ ഇപ്പം മുറിച്ചെടുത്താൽ നമ്മളെ 2 ഉണ്ട്. ഒന്ന് നീക്കി വെച്ചിട്ട് 2 ചാടി കിടക്കാം. ആശാനെല്ലാം ശ്രദ്ധിച്ചിട്ട് തന്നെയാണ് പോകുന്നത്. ഇവിടെ വന്ന് അടുത്തത്, ഇവിടെ കുറച്ച് ഈച്ചയോ എന്തൊക്കെയോ ഉണ്ടല്ലോ. ഇവിടെയൊക്കെ ആരൊക്കെയോ ചത്തിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇവിടെയും ആ കെണി ഉണ്ട്. ഓക്കെ, നമുക്ക് എന്തായാലും ആ വള്ളി തൂങ്ങിയിട്ട് വേണം മേലെ കയറാൻ. വള്ളി തൂങ്ങണമെങ്കിൽ ആ വള്ളിയിൽ എന്തോ പറ്റി പിടിച്ച എടുപ്പുണ്ട്, അത് കളയണം. നമുക്ക് ഐഡിയ ഉണ്ടാക്കാം. നിങ്ങളാണെങ്കിൽ എന്ത് ചെയ്യുന്നത് ജസ്റ്റ് കമൻറ്റ് ചെയ്തോ കേട്ടോ. ഓക്കെ, കണ്ടല്ലേ, ആ വള്ളി തൂങ്ങി ആ സാധനം എന്താണ് കട്ട് ചെയ്യുന്ന സാധനത്തിന് കൊടുത്ത് ഇനി നമ്മൾ തൂങ്ങിയിട്ട് അപ്പുറത്തേക്ക് ചാടണം. ജസ്റ്റ് ചാടിയത് കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് ബാക്കി ഇങ്ങനെ നടന്നു പോവാം. പോകുന്ന വഴിക്ക് ഇനി എന്തൊക്കെ പ്രശ്നങ്ങൾ വരും ദൈവത്തിനറിയാം. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഇവിടെ ഒരു മരക്കുറ്റിയുണ്ട്. ആ മരക്കുറ്റിൻ്റെ മുകളിൽ കൂടെ കിടക്കണം. മൈ ഗോഡ്, ഇത്രയും വലിയ ഉരുളങ്കല്ലോ. എന്താ അത്? കല്ലല്ലല്ലോ, വേറെന്തോ സാധനമാണ്. അത് വന്ന് മേത്തെങ്ങാനും അടിച്ചിരുന്നെങ്കിൽ അപ്പം തീർന്നേനാണ്. ഓക്കെ, ഇതൊക്കെ ആരോട് സെറ്റ് ചെയ്ത് വെച്ച പോലെ ഉണ്ട് നമ്മളെ തീർക്കാനായിട്ട്. നമ്മളടുത്ത് ചാട്ടം ചാടി. ആൾ ചെറുതാണെങ്കിലും നല്ല ചാട്ടമൊക്കെ ചാടുന്നുണ്ട് കേട്ടോ. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി പോകുന്ന വഴിക്ക് നിലത്തൊക്കെ ശരിക്കും നോക്കണം, അല്ലെങ്കിൽ ആ കട്ടറൊക്കെ അവന്മാർ കൊണ്ടു വെച്ചിട്ടുണ്ടാവും. ഇവിടെ ഒരു വള്ളി ഉണ്ടല്ലോ, മിക്കവാറും ഇത് ആവശ്യം വരും, പക്ഷെ ചാടിയിട്ട് എത്തുന്നില്ല. ഓക്കെ, ഇവിടെ ഒരു സംഭവം ഉണ്ട്, എന്തൊരു സ്റ്റൂള് പോലത്തെ. ഇത് വെച്ച് എന്തായാലും വെള്ളത്തിൽ ചാടിയാൽ നമ്മൾ ചാവും. അപ്പോൾ ഈ സ്റ്റൂൾ വെച്ചിട്ട് വള്ളി പിടിച്ച് കയറി വെക്കാം, അതേ രക്ഷയുള്ളൂ. നമ്മളങ്ങനെ
പയ്യെ വലിച്ചുകൊണ്ട് വരികയാണ്. ഇനി അതിൻ്റെ മുകളിൽ കയറിയിട്ട് നമുക്ക് ആ വള്ളി പിടിച്ചാടി കയറാം. ഓക്കെ, ഇനിയിപ്പോൾ അപ്പുറത്തെ മരത്തിൻ്റെ ആ കൊമ്പ് ഇട്ടല്ലേ അതിനകത്തേക്ക് എത്തണം. നമുക്ക് ഊഞ്ഞാലടി കളിക്കാം, എന്നാലേ അവിടെ എത്തുള്ളൂ. അല്ലാണ്ട് എങ്ങനെ ചാടിയാലും എത്തൂല. ചാടി നോക്കാം. ഓ, ഫസ്റ്റത്തെ ചാട്ടം മിസ്സായി. ഒന്നും കൂടെ ചാടാം. ആശാൻ ഇങ്ങോട്ട് നിന്നിട്ട് അങ്ങോട്ട് ചാടുമോ? നോക്കി നോക്കാം, ഒന്നും കൂടെ ശ്രമിച്ചു നോക്കാം. നന്നായിട്ട് ആടുന്നുണ്ട് അവിടെ എത്താൻ വേണ്ടിയിട്ട്. ഇല്ല, അതും മിസ്സ്. 2 എണ്ണം മിസ്സായി. അടുത്തല്ലെങ്കിലും നമുക്ക് ചാടി ആ മരക്കൊമ്പിൽ പിടിക്കണം. അങ്ങോട്ട് തിരിഞ്ഞ് ചാടി ശരിയാവില്ല എന്നുള്ളതുകൊണ്ട് തന്നെ നമ്മൾ ഇങ്ങോട്ട് തിരിഞ്ഞിട്ട് ആ കമ്പിൽ ഇപ്രാവശ്യം എന്തായാലും ചാടി പിടിക്കും എന്നുള്ള രീതിയിൽ ചാടാനുള്ള പരിപാടിയാണ്. ഇപ്പം ചാടും, ഇത് കിട്ടും. യെസ്, അത് കിട്ടി. ഇനി നമ്മളിങ്ങനെ കയറി മേലേക്ക് പോവാം. ഇവിടെ നിന്നുള്ള ചാട്ടങ്ങളൊന്നും ഇത്ര കുഴപ്പമില്ല. ഇതെത്തുമോ? ഓ, ജസ്റ്റ് എത്തിയിട്ടുണ്ട് കേട്ടോ. ജസ്റ്റാണ് എത്തിയത്. നമ്മൾ അടുത്തതിലേക്ക് കയറണം, അത് എത്തണം. നമ്മളങ്ങനെ എല്ലാം എത്തിച്ചെടുക്കണം. ഓ, ഈ സാധനം തള്ളി താഴെ ഇടണം. ഇത് വെള്ളത്തിൽ വീണ് കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ കയറി പോവാം. ഓക്കെ. ഓ, ഇനിയിപ്പോൾ കയറിയത് മൊത്തം തിരിച്ചിറങ്ങണമല്ലോ. ഓ, ഇപ്പോൾ താഴെ വീണാണ്. ജസ്റ്റാണ് അവിടെ പിടുത്തം കിട്ടിയത്. താഴെ എത്തിയിട്ടുണ്ട്. പോകുന്ന വഴിക്ക് നമുക്ക് എന്തായാലും ഇവനെ കൊണ്ടുപോകാം. ആ മരം മാത്രം പോരെങ്കിലും. ഇതിവിടെ വെള്ളത്തിലല്ല വീണത്. ഇവൻ ആൾ ചെറുതാണെങ്കിലും അവന് തള്ളിക്കയറ്റി കൊണ്ടുപോകാനുള്ള ആരോഗ്യമുണ്ട്. മരക്കുറ്റിയും സ്റ്റൂളൊക്കെ വെള്ളത്തിലിട്ട്. ഓക്കെ, ഇനി അതിൻ്റെ മുകളിൽ കയറിയിട്ട് സിമ്പിളായിട്ട് അപ്പുറം പോവാം. ഓക്കെ, അപ്പുറം എത്തി. ഇനി പോകുന്ന വഴിക്ക് എന്താണ് അടുത്ത പരിപാടി നോക്കാം. ഇപ്പം നിങ്ങളായിരുന്നെങ്കിൽ ഇപ്പോൾ അതിൻ്റെ മുകളിൽ കയറാനുള്ള ഐഡിയ കിട്ടുമായിരുന്നു. ഇതാ തലേൻ്റെ മുകളിലൊരു കട്ടറുണ്ട്. അത് പോകുന്ന വഴിക്ക് വീഴാത്ത ഭാഗ്യം. അതാവശ്യം വരും മിക്കവാറും. ഇത് 8 കാലിയോ? 8 കാലിൻ്റെ പകുതിയുള്ളൂ. നമ്മളെ കുത്തിയെടുക്കാനുള്ള പരിപാടിയാണ്. ഒറ്റക്കുത്തനെ കിട്ടും തോന്നുന്നു. ഈ കട്ടർ അവിടെ നിന്ന് പയ്യെ അനങ്ങുന്നുണ്ട് ഇത് കുത്തുമ്പോൾ. ഓക്കെ, അപ്പോൾ ഈ കട്ടർ വെച്ചിട്ട് 8 കാലിൻ്റെ കാലെടുക്കലായിരിക്കും അടുത്ത പണി. ഓക്കെ, രണ്ടാമത്തെ കുത്തും കിട്ടി. ഓക്കെ, സാധനം താഴെ വീണിട്ടുണ്ട്. ഒച്ച കേട്ടല്ലോ നമ്മൾ. ഓക്കെ, ഇനി ഇതെടുത്തുകൊണ്ട് പോയിട്ട് നമുക്ക് അവിടെ വയ്ക്കാം. അവന്മാർ കുത്തുന്നത്, അവന്മാരല്ല 8 കാലി കുത്തുന്നത് നേരെ ഇതിനകത്താവട്ടെ. കാല് പൊട്ടെ, എല്ലാ കാലും അങ്ങനെ തീർക്കാം. അങ്ങനെ രക്ഷയുള്ളൂ. അവൻ്റെ ഉന്ന ശരിയായില്ല. അവൻ്റെ ഉന്നല്ല, എൻ്റെ ഉന്ന ശരിയായില്ല. ഓ, ജസ്റ്റ് അടുത്തതും പണിവാളി. നമുക്ക് നോക്കാം. ഓ മൈ ഗോഡ്, എന്നെ കുത്തി ഇറക്കി കളഞ്ഞ്. എറിഞ്ഞ്. അത് തിന്നാനൊന്നും വേണ്ട, കൊന്നാൽ മാത്രം മതി. സംഭവം അത് തന്നെയാണെങ്കിലും നമ്മൾ വീണ്ടും തിരിച്ചു വന്നിരിക്കുകയാണ്. ആ 8 കാലിനെ എങ്ങനെയെങ്കിലും കൊന്ന് മുന്നോട്ട് പോകണം എന്നുള്ള ലക്ഷ്യവുമായിട്ട്. നമുക്ക് നോക്കി നോക്കാം എങ്ങനെ കൊല്ലാൻ പറ്റുന്നു. യെസ്, ഫസ്റ്റ് കാല് തീർന്നു. ഇനി 2 കാലും കൂടെ ഇവിടെ കാണുന്നുണ്ട്. ആ 2 കാല് ഇതേപോലെ തന്നെ തീർന്നു. മറിക്കാം അല്ല, ഇപ്പം കിട്ടും. രണ്ടാമത്തെയും തീർന്നു. ഇപ്രാവശ്യത്തെ 2 പക്ക കേട്ടോ. ഇപ്പം കിട്ടിയാലോ മറ്റേ കാലം കൊണ്ട്. ഇനി 3ാമത്തെ കാല്, ഇതും കൂടെ കൊന്നു കഴിഞ്ഞാൽ ബാക്കി കാലൊന്നും കാണുന്നില്ല. ബാക്കി കാലം കൊണ്ട് വരുമായിരിക്കും. യെസ്, 3 അറ്റംപ്റ്റ് കൊണ്ട് തന്നെ 3 കാലും പോയിട്ടുണ്ട്. 8 കാല് മേലെ കയറിപ്പോയല്ലോ. കട്ടർ നാശമായി. 3 എണ്ണം എടുക്കാനുള്ള കട്ടറിന് ആവതേ ഉള്ളൂ. നമ്മളെന്തായാലും ഇനി മുന്നോട്ട് പോകണം. അടുത്ത പാര എന്താണ് വരുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഒന്നും മനസ്സിലാവാണ്ടുള്ള പോക്കാണ്. അവിടെ ഇവിടെയൊക്കെ മരവും തടിയൊക്കെ ഇട്ടിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പോകാനായിട്ട്. ഇനി നമ്മൾ ഓക്കെ, ഇതെന്താ സ്പീഡ് കുറഞ്ഞല്ലോ, നടക്കാൻ പറ്റുന്നില്ല. സ്റ്റക്കായി അവിടെ സ്റ്റക്കായി. അനങ്ങാൻ പറ്റും. ദൈവമേ, ഇതാ 8 കാലി വരുന്നുണ്ട്. 3 കാലി 3 എണ്ണം ഞാൻ എടുത്തുകൊണ്ട് ഇനി 5 കാലം ഉണ്ടാവുള്ളൂ.
എനിക്കാണെങ്കിൽ സാധനത്തിനെ കാണുന്നത് തന്നെ ഇഷ്ടമല്ല. കുത്തിക്കൊല്ലോ നേരത്തെ കൊന്നോലെ. കഴുത്തിനാണ് കുത്തിയത്, പക്ഷെ ചത്തിട്ടില്ല. എടുത്തോണ്ട് പോണ്ട്. എന്താണോ ഉദ്ദേശം? തിന്നാനാണോ? തിന്നുന്നതല്ലല്ലോ. അത് മസാല തേച്ച് വെക്കണം. ഫുള്ള് വലയിൽ പൊതിഞ്ഞ്. കുറച്ചു നേരം കഴിഞ്ഞിട്ട് എടുത്ത് തിന്നാനെന്ന് തോന്നുന്നു. നൂലിട്ട് അവിടെ കെട്ടി പോവാ. ഇപ്പം വിശക്കുന്നില്ല. എന്തായാലും എന്നെ തിന്നാൻ വേണ്ടിയിട്ട് അവിടെ ഇട്ടിരിക്കുകയാണ്. ഈ വലയിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാൻ പറ്റും നോക്കാം. അപ്പം ഈ അനങ്ങാൻ പറ്റുന്നുണ്ട്. ഓക്കെ, ചെറുതായിട്ട് അതിൻ്റെ ആ കെട്ടിയിട്ടിരിക്കുന്ന വലയൊക്കെ ഒന്ന് പൊട്ടുന്നുണ്ട്. വലയിൽ നിന്ന് താഴെ വന്നാലും എങ്ങനെ നടക്കും? മൊത്തം പൊതിഞ്ഞിട്ടിരിക്കുകയാണ്. താഴെ എത്തി. ഓഹോ, ചാക്ക് റേസ് നടക്കുന്ന പോലെ തുള്ളി തുള്ളി പോകാൻ പറ്റുന്നുണ്ട്. എന്നാൽ അങ്ങനെ പോകാൻ ബാക്കി. ഇത് എവിടെ നിന്നാണോ ഈ വലയൊന്നും ഒഴിവാക്കാൻ പറ്റുക? വെള്ളത്തിലും പോയാലും ശരിയാകുമോ? ഈ വല എങ്ങനെ ഒഴിവാക്കാമെന്ന് ആർക്കെങ്കിലും അറിയെങ്കിൽ കമൻറ്റ് ചെയ്ത് തരണം. ഇവിടെ ഒരു കുഴിയുണ്ട്. ഈ കുഴിയിലേക്ക് വീണു, ചത്തു. അപ്പോൾ ആ കുഴിയിലേക്ക് വീഴാൻ പാടില്ല കേട്ടോ. ഈ കുഴിയിൽ വീണാൽ അപ്പം നമ്മൾ ചാവും. കാര്യം മനസ്സിലായില്ലേ? ഇനി നമുക്ക് അവിടുന്ന് ഓക്കെ, നമുക്കൊന്ന് ചാടി പ്രാക്ടീസ് ചെയ്ത് നോക്കാം. ചെറുതായിട്ടൊക്കെ വലിച്ച് ചാടാൻ പറ്റുന്നുണ്ട്. ഇതേ വീണ്ടും വീണു. അപ്പം നമ്മൾ ആ കുഴിയിൽ വീണ് ചത്തോണ്ടിരിക്കലൊരു പരിപാടിയാക്കി എടുത്തിട്ടുണ്ട്. നമ്മളിപ്പം ആ 8 കാലിൻ്റെ കുത്ത് കൊണ്ടിട്ടൊന്ന് ഇവിടെ നിന്ന് 3 പ്രാവശ്യം, ഇപ്പം മൊത്തം 4 പ്രാവശ്യം ചത്ത്. ഇനി എന്ത് ചെയ്യും? അവിടെ നിന്ന് ഒന്ന് പ്രാക്ടീസൊക്കെ അടിച്ചിട്ട് പോവാം. എങ്ങനെയാണ് മേലേക്ക് ചാടുന്നത്? അറ്റത്ത് വന്ന് ജസ്റ്റ് ഓക്കെ ഒന്ന് പൊന്തി ചാടിയിട്ട് നേരെ അപ്പുറത്തേക്ക് പോയി വെക്കാം. ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ. അതിനാണ് വെറുതെ 3 ലൈഫ് കൊണ്ട് കളഞ്ഞത്. എന്നാൽ ഈ പോക്കൊരു സുഖമല്ല കേട്ടോ. നമ്മുടെ ചെക്കനെ കാണാനുമില്ല. ഇപ്പോൾ ഒരുമാതിരി എന്തോ പുഴു എന്തോ വലിയൊരു സാധനം. ഓ മൈ ഗോഡ്, നേരെ കുഴിയിലൂടെ ഇരുന്നേ അടുത്ത എത്താൻ. ഇതെന്താ ഒരു ഉരുളം കല്ലോ? തള്ളിയിട്ട് കഴിഞ്ഞാൽ അവിടെ ഒരു മരം നിൽക്കുന്നുണ്ട്. അത് മിക്കവാറും എന്നെ തല്ലി കൊല്ലും. ജസ്റ്റ് മിസ്. അല്ലായിരുന്നെങ്കിൽ ഇപ്പം അതെൻ്റെ തലയിൽ വീണ് ഞാനവിടെ പപ്പടമായിട്ടുണ്ടായിരുന്നു. മരത്തിൻ്റെ മേലെ കയറി നമ്മൾ യാത്ര തുടങ്ങുകയാണ്. എങ്ങനെ ഈ 8 കാലി വലയിൽ നിന്ന് രക്ഷപ്പെടാം എന്ന് വിചാരിച്ചു. ഇതെന്താണ്? ടയറും ഒരു കല്ലിൻ്റെ മുകളിലാണ് കയറിയിരിക്കുന്നത്. കല്ല് ഉരുണ്ടും പോകുന്നുണ്ട്. ഇതിൻ്റെ മുകളിൽ ബാലൻസ് ചെയ്തൊന്നുമില്ലെങ്കിൽ താഴെ മൊത്തം എന്തൊക്കെയോ സാധനങ്ങളാണ്. അതിൽ വീണാൽ നമ്മൾ ഉറപ്പായിട്ട് തീരും. വെറുതെ ലൈഫ് കളയാണ്ട് ഇതിൻ്റെ മുകളിൽ ബാലൻസ് ചെയ്തേക്കാം. മൈ ഗോഡ്, 8 കാലി ഇതാ പിന്നെയും വന്നിട്ടുണ്ട്. 8 എത്ര കാല് നാശമായി? ഇനിയിപ്പോൾ 2 കാലേ കാണുന്നുള്ളൂ. 3 കാലിൽ കളഞ്ഞ് 5 കാലുണ്ടാവും. ഒന്ന് വേഗം ഉരുളല്ലേ കണ്ടോ? 5 കാലും കൊണ്ട് വരുന്നുണ്ട്. ഇപ്പം തീർക്കും. ഇതാണെങ്കിൽ ചാട്ടോ ഓട്ടോ ഒന്നും ഇല്ല, സ്പീഡില്ല. പോട്ടെ, എനിക്ക് സാധനത്തിനെ കാണുന്ന ഇഷ്ടമല്ല. മൈ ഗോഡ്, അവിടെ നിന്ന് എന്തായാലും എവിടെയോ കുടുങ്ങി വല പോയി. പക്ഷേ ഞാൻ ചത്തോ? ഇല്ല, കണ്ണ് തുറന്ന് ഓക്കെ ചാടി വന്നിട്ട് തലയിലെന്തോ തൂവലോ കുറച്ച് പോകാനുണ്ട്. അതെന്തായാലും എടുത്ത് കളയണം. ദേ നിൽക്കുന്ന ഒരാൾ, അവൻ ചത്ത. മൈ ഗോഡ്, അതൊരു കെണിയായിരുന്നു. പാവം ചങ്ങായിനെ ഞാനാണോ കൊന്നത്? ചങ്ങായി കഴുത്തിൽ കയറിട്ടിരിക്കുകയായിരുന്നു. ചാടി ചത്ത്. ഇനി എന്തൊക്കെ കെണി ഉണ്ടാവുമോ? ഇതാ അവിടെ ഒരു വള്ളിയുണ്ട്, ആ കട്ടറും ഉണ്ട്. കട്ടറ് വള്ളി തൂങ്ങിയാൽ മിക്കവാറും തലയിൽ വീഴും. അതില്ലാണ്ട് വീണു. രക്ഷപ്പെട്ടു. അങ്ങോട്ട് ചാടാൻ തോന്നിയുണ്ട്, രക്ഷപ്പെട്ടു. നിങ്ങളായിരുന്നെങ്കിൽ ഇപ്പം ചാവില്ലായിരുന്നു. നമുക്ക് ഊഞ്ഞാലാടി മേലെത്താം. ഓക്കെ, ആ ചാട്ടം എന്തായാലും പഴച്ചില്ല, കറക്റ്റ് എത്തി. ഇനി നമ്മൾ വീണ്ടും പോവാണ്. മരം വെട്ടി വെച്ചിട്ടുണ്ടാരോ അതിൻ്റെ മുകളിൽ കൂടി. ഇതൊക്കെ ചാടി അവൻ എത്തും. ചാടി നോക്കാം. ജസ്റ്റ് മില്ലിക്കൊക്കെയാണ് എത്തുന്നത്. ശരിക്കും ചാട്ടാണെങ്കിൽ താടിയൊക്കെ ഇപ്പോൾ പൊട്ടി വീണാണ്. അടുത്തൊരു പണി വന്നിട്ടുണ്ടല്ലോ. അത് ചാടി പൊട്ടിച്ച ആ കമ്പീൻ്റെ അത്രേ ഉള്ളൂ ഞാൻ. ഓക്കെ, ഇതാ വീണ്ടും ചാടി രക്ഷപ്പെട്ട്. ഇനി ഇവിടുന്ന് ചാടി. മൈ ഗോഡ്, അത് പൊട്ടുന്നു. ജസ്റ്റ് ഇനി ഇതെന്താ? കല്ല് വന്ന് അടിച്ചിട്ട് തീർത്ത്. കല്ല് നമ്മൾ അടിച്ചിട്ട് തീർത്ത്. വീണ്ടും വന്നിട്ടുണ്ട്. അവിടെ നിന്നുള്ള ചാട്ടം അത് വേണ്ടായിരുന്നു. ഇനി വീണ്ടും കല്ല് വരുമ്പോൾ എന്ത് ചെയ്യും? ചാടി നോക്കാം.
ജസ്റ്റ് ഒരു സിമ്പിൾ ചാട്ടൻ മതിയായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞ് നേരെ താഴെ പോയിരുന്നേ തീർന്നതന്നെയല്ലേ. ജസ്റ്റ് അവിടെ നിന്ന് ചാടാൻ തോന്നിയിട്ട് എന്തോ ഭാഗ്യം. ഇപ്പം നമ്മൾ മൊത്തം 3, 1, 4, 5 വട്ടം ചത്തിട്ടു. ഇത് എട്ടുകാലിയോ? അല്ലല്ലോ, ഇതേതോ ഉടായ്പ സാധനമാണല്ലോ. അവർ എട്ടുകാലിനെ പോലെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ചത്തില്ല. അത് കുത്തിയാലും നമ്മൾ ചാവും ചിലപ്പം. ചത്തിട്ടില്ല. അപ്പുറത്തേക്ക് പോകാൻ പറ്റുന്നില്ല. അതൊന്ന് പൊക്കുമ്പോഴത്തേക്ക് നമ്മൾ വീഴാണ്. അത്ര ഉള്ള ആരോഗ്യം. നമ്മൾ ഇവനാണോ ഇവിടെ നിന്ന് ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്? അവനൊന്ന് ശരിയാക്കാം. ഇങ്ങോട്ടാണ് ഓടുന്നത്. എന്നെ പിടിക്കും. അവൻ ഓടിയ വഴിക്ക് ഇനി പുല്ലൊക്കെ ഉണ്ട്. മൈ ഗോഡ്, എന്തോ പറഞ്ഞിട്ടുള്ള സാധനം വരുന്നുണ്ട്. ഇവന്മാർ തീയൊക്കെ ഇട്ട് ജസ്റ്റ് കുറച്ചും കൂടെ മുമ്പിൽ പോയിരുന്നത് നമ്മൾ ചത്തനെ. എന്തായാലും വെള്ളത്തിൽ പോയി കെട്ട്. ഇനിയും പോകുന്ന വഴിക്ക് അവൻ ഉരുട്ടി വിടാൻ ചാൻസ് ഉണ്ട്. നോക്കി പോകണം. തിരിച്ചോടാൻ റെഡി ആയിട്ട് പോകണം. ഒരു കുഞ്ഞിക്കല്ല, ജസ്റ്റ് ചാടി രക്ഷപ്പെട്ട്. ദേ അമ്പ അടുത്തത്. അമ്മ 2 പേരുണ്ട്. ഞാൻ അവിടെ നിന്ന് രക്ഷപ്പെട്ടു കണ്ടിട്ട് കയറി പോവാണ്. എന്നാൽ അമ്മമാരെ പിടിച്ചിട്ട് തന്നെ കാര്യം. അവന്മാരെ ഇന്ന് ശരിയാക്കണം. നല്ല പുകയൊക്കെ ഉണ്ടിട്ടാ. ഇതേ ഒരുത്തനെ കെട്ടിത്തൂങ്ങിട്ട്. എനിക്ക് മുമ്പേ വന്ന ആരെങ്കിലും ആയിരിക്കും. ഇതാ അവിടെ 2 കട്ടർ വള്ളിയിൽ. ഇവിടെ നിന്ന് അങ്ങനെ കഴിച്ചിലാവോ? ഓക്കെ, 1 മിസ്സായി, 2 മിസ്സായി. ഇനിയിപ്പോൾ അങ്ങോട്ട് ചാടിപ്പോകാനും പറ്റില്ലല്ലോ. ആ കട്ടർ അവിടെ കിടക്കണം. അതിൻ്റെ മുകളിൽ കിടന്ന് ചത്തു. നമുക്ക് ഈ വള്ളി കയറിപ്പോവാം. ഒരുത്തൻ അതിലെ പോയിട്ടുണ്ട്. അവൻ്റെ വള്ളി, ഇതേ വള്ളി അവൻ വലിച്ചോണ്ട് പോകണം. ചാടിയിട്ട് കിട്ടിയില്ല. നമുക്ക് നേരെ പോവാം. പോട്ടെ. അവിടെ ഇവിടെയൊക്കെ ആരൊക്കെയോ കൊന്നിട്ടിട്ടുണ്ട് കേട്ടോ. കെട്ടി തൂക്കിയിട്ടിട്ടുണ്ട്. നമ്മുടെ ഗതി ഇതാവും. ഇവിടെ എന്തോ സാധനം ഉണ്ടല്ലോ. ഈ 8 ഇതേ ഒരുത്തനെ കൊന്ന്. ഇത് ഇവൻ്റെ വിടാനോ ഉദ്ദേശമില്ലേ? ഒരു 3 കാലെടുത്തൊന്നും പറഞ്ഞിട്ട് മനുഷ്യനെ കൊല്ലണം. ഇത്രയും പകയുള്ള ഒരു 8 ഞാൻ ആദ്യമായിട്ട് കാണാം. ഒന്നാമത് ഈ 8 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാവില്ല. ദൈവമേ, അവിടെ നിന്ന് ചാടാൻ പറ്റില്ലല്ലോ. ഓക്കെ, അവനെ പൊക്കി ഗ്യാപ്പിൽ ചാടും. ജസ്റ്റ് അവനെ പൊക്കിയിലായിരുന്നെങ്കിൽ ചാടാൻ പറ്റില്ലായിരുന്നു കേട്ടോ. മരക്കഷ്ണം തള്ളിയിട്ട് അതിൻ്റെ മുകളിൽ നിന്ന് ചാടും. ഓക്കെ, ഓട്ടത്തിൽ എൻ്റെ അടുത്ത് 8 കാലി. ചാട്ടം അടിപൊളിയായിരുന്നു. താഴെ വീണട്ടാ, രക്ഷപ്പെട്ട്. ദൈവമേ, താഴെ വീണാലും ഈ കല്ല് ചാടിയാൽ എൻ്റെ തലയിൽ കൂടെ അരയും. ഓടിപ്പോയിട്ട് അവിടെ എങ്ങനെ ഒളിച്ചിരിക്കുക. കല്ലിന് സ്പീഡ് കുറവാണ്. ചത്തിട്ടില്ല. അയ്യോ, ഇപ്പം കുത്തും. മതി, ആ 8 കാലിനെ കൊല്ലാനായിരുന്നു. എന്തായാലും 8 കാലിൻ്റെ പരിപ്പെടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ ശല്യം ഉണ്ടാവില്ല. നമ്മളിനി എവിടെ നിൽക്കണ്ട, നമ്മൾ മുമ്പോട്ട് തന്നെ പോവാ. അവിടെ എവിടെ ആരാണ് ഈ മരമൊക്കെ വെട്ടിയിട്ട്? നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിലിതിൽ ഈച്ച പ്രാണിയോ പുകയൊക്കെ വരുന്നുണ്ട്. എന്തൊക്കെയോ പണി വരാനുണ്ട്. പോട്ടെ. ചെക്ക് മുമ്പോട്ട് ചുമ്മാ ഓടാൻ നല്ല ഉഷാറ്, നല്ല സ്പീഡൊക്കെ ഉണ്ട്. അവിടെ 2 അടുത്തത്. മൈ ഗോഡ്, ഈ 8 കാല് ചത്തിട്ടില്ലേ? 1 കാലേ ഉള്ളൂ. അതെങ്ങനെയോ ഇവിടെ വന്ന് പെട്ടത്. അതിന് നടക്കാൻ പറ്റുന്നില്ല കേട്ടോ. എന്തായാലും ആ 8 കാലിൻ്റെ കാല് വലിച്ച് പറിച്ചെടുക്കണം. അതും കൂടെ പോയാൽ പിന്നെ അവൻ എന്ത് കാണിക്കും? ഞാൻ ശരിക്കുകയാണെങ്കിൽ ആ കാലിൽ ഞാൻ തൊടുകയും കൂടി ഇല്ലായിരുന്നു. ഓക്കെ, എന്തായാലും ചാടിക്കിടക്കാൻ ഉറപ്പാവുന്നു. ഈ സാധനമൊക്കെ കൈ കൊണ്ട് തൊടേണ്ട അവസ്ഥ. പാവം ചക്കൻ. അവനേക്കാളും വലിയ 8 കാലിൻ്റെ ഉടൽ. ഇതിനവിടെ കൊണ്ടിട്ടാൽ നമുക്ക് രക്ഷയുള്ളൂ. അതിനകത്ത് എന്തൊക്കെയോ വീണ്. ഓക്കെ, പോവാം. ആ 8 കാലി അവസാനം എനിക്കൊരു സഹായമായി. ഇതെന്താ 2 കിളിക്കൂട്? കിളി പുറത്തും മനുഷ്യനകത്തും.
എന്തൊക്കെയാണ്. ഏണിയുണ്ട്, മുമ്പിൽ കണ്ടാലേ അറിയാം, അത് നമുക്ക് ചാടിക്കെടുക്കാൻ പറ്റില്ല. അപ്പം നമുക്ക് ആ കിളിക്കൂട് ആവശ്യമുണ്ടാവും. കിളിക്കൂട് തള്ളി താഴെ ഇട്ടിട്ട് നമുക്ക് ലാസ്റ്റ് കൂട് എടുത്തിട്ട് വെച്ച് അതിൻ്റെ മുകളിൽ കൂടെ കയറണം. മനുഷ്യൻ ചത്ത മനുഷ്യനാണോ? എന്തായാലും കാക്ക പോയിട്ടോ. ഓക്കെ, എന്തായാലും കട്ടി കുറഞ്ഞ കയറിൽ കെട്ടിയോണ്ട് ഒറ്റച്ചാട്ടത്തിന് പൊട്ടി. ഫ്ലോർക്ക് നല്ല മിനുസുള്ള ഫ്ലോറാണ്. സാധനമൊക്കെ നമ്മളെത്തിയിട്ടുണ്ട്. നമ്മുടെ ബാറ്ററി ലോ ആണെന്നാണ് പറയുന്നത്. അപ്പം നമ്മൾ പിന്നെയും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ആ ഡിവൈസ് ബാറ്ററി ലോ കളയാൻ പറ്റുമോ നോക്കിയത്. കളയാൻ പറ്റി. നമ്മൾ വീണ്ടും മുന്നോട്ട് പോയി ചെറിയൊരു വെള്ളമാണല്ലോ, ഇതിനകത്ത് മുങ്ങി ചാവുമോ? ഇല്ല, കഴുത്തിന് താഴെ വെള്ളമുള്ളൂ. ഒരു ഷോട്ട്. ഇതെന്താ ആട് കിടക്കുന്ന ഒരു സാധനം കിടക്കുന്നുണ്ടല്ലോ. ആരൊക്കെയോ കൊന്നിട്ടതാണ് കേസ്. ഏതോ ഒരു പ്രാന്തം വരുന്നുണ്ട്, ബോധമില്ലാണ്ട് കള്ളു പിടിച്ച് പൂസായതാണോ, വെള്ളത്തിൽ വീണ്. എനിക്ക് ചാടിക്കിടക്കാനായിട്ട് വന്ന് കിടന്ന പോലെ ഉണ്ടല്ലോ. അവൻ ചത്ത്. ഇവിടെ ഒരുത്തനും കൂടെ കിടക്കുന്നുണ്ട്. അവനെ നമുക്ക് ആവശ്യം വരും. എന്തായാലും അവനെ മാത്രമേ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. എന്തായാലും ആവശ്യമുണ്ടാവും. ഓക്കെ, ഇവിടെ കണ്ട താഴെ ഒരു നൂല് വലിച്ചു കെട്ടിയിട്ടുണ്ട്, മേലെ നല്ലൊരു ബാറുണ്ട്. അത് വീണാൽ ഞാൻ പപ്പടാവും. അത് വീഴ്ത്താണ്ട് വേറെ വഴിയില്ല അപ്പുറം പോകാൻ. ഓക്കെ, ദേ പോണ ചങ്ങായി, പിടിച്ച് വലിച്ച് കയറ്റിയിടും. ഓക്കെ, അവനെ നമുക്ക് തള്ളിയിടാം. അപ്പോൾ നൂല് പൊട്ടിയിട്ട് ഇത് വീഴും. യെസ്. ഇപ്പം ഞാനെങ്ങാനായിരുന്നു അതിൻ്റെ ഉള്ളിലെങ്കിൽ ഇപ്പം പപ്പടായിട്ടുണ്ടായിരുന്നു. ഇതെന്താ മേലെ എന്തോ ഒരു ലൈറ്റ് പോലെ എന്തോ കത്തിക്കുന്നു. ലൈറ്റല്ല, എന്തൊരു ജീവിയാന്ന് തോന്നുന്നു. ഓക്കെ, നമ്മൾ പയ്യെ ഇറങ്ങിപ്പോണ്ട്. അവിടേക്ക് ഓരോരുത്തർ ചത്ത് കിടക്കുന്നുണ്ട്. ഇതൊരു ശവപ്പറമ്പാണോ ദൈവമേ. ഇത് അടുത്തതും എന്തോ ഒരു പണിയാണ് കേട്ടോ അത്. എൻ്റെ ദൈവമേ, ഒരു സാധനം ബാക്കിയില്ലണ്ട് അമർത്തിക്കളഞ്ഞു. അപ്പം അതിൽ പോകുമ്പോൾ നോക്കി പോകണം. ജമ്പ്. യെസ്, നടുക്ക്. കുഴപ്പമില്ല. ഇത് നടുക്കത്തെ സാധനത്തിന് വലിപ്പം കുറവുണ്ടോ? അപ്പോൾ ഇത് ഓപ്പോസിറ്റ് ആയിരിക്കാമെന്ന് വരും. ഓക്കെ, ചത്തിട്ടില്ല. അപ്പം നടുക്ക് ജസ്റ്റ് മിസ്. നടുക്ക് തട്ടിയിരുന്നെങ്കിൽ ഞാൻ തീർന്നത്. ഇതേ ഇവിടെ ഒരുത്തിന് അമ്പും ബില്ലും ഇട്ട് വന്നിരിക്കുന്നു. കിട്ടി, എനിക്കും കിട്ടി അമ്പ്. ഇത് നമ്മളെ പുലിമുരുകൻ സിനിമയിലൊക്കെ കണ്ട പോലെ എന്തോ ഊതിയാണ് എന്നെ കൊന്നിട്ടുള്ളത്, അമ്പ് ഊതിയിട്ട്. ഇനി ഞാൻ ഇവിടെ നിന്ന് ചാവില്ല. ഇനി അവന്മാരെങ്ങനെ കൊല്ലാന്ന് കണ്ട തിരിച്ചോടാം. പുറകെ കൊല്ലാൻ വരുന്നുണ്ട്. ഇപ്പം അതിനകത്ത് വീണ് ചത്തോളും. മൈ ഗോഡ്, ഒരുത്തൻ ചാടി. രണ്ടെണ്ണം എൻ്റെ പുറകെ ഉണ്ടാ. ഒരു പൊട്ടനെ അവിടെ ചാടി. ഓക്കെ, മൈ ഗോഡ്, അടുത്തവനായിരിക്കും ഈ കെണി. ഓക്കെ, ഈ കെണിക്ക് ആരെങ്കിലും ഒരാളെ കൊല്ലണം എന്നേ ഉള്ളൂ. കൊന്നു കഴിഞ്ഞാൽ പിന്നെ അത് പൊന്തൂല കേട്ടോ. അപ്പോൾ സുഖമായിട്ട് പോവാം. ഇനി ഇതേപോലെ പുലിമുരുകൻ്റെ മുണ്ടവനോട് ഇരിപ്പുണ്ടാവും. ഒരുമാതിരി അവസ്ഥ തന്നെ. ഓക്കെ, നേരെ പോയ ദൈവമേ, അതിൻ്റെ ഇടയിൽപ്പെട്ട അരഞ്ഞു തീരും. താഴെ ഇറങ്ങി നോക്കാം. ഓണിപ്പടിയൊക്കെ കാണുന്നുണ്ട്. ഇടത് ദിവസത്തെ ഒരു വണ്ടി ഉണ്ടല്ലോ, എന്തായാലും അവിടെ ഇരുന്നിട്ട് കാര്യമില്ല, എടുക്കാം. ഇവിടെ നിന്ന് ഇനി എങ്ങനെ അപ്പുറം പോവും? അടുത്ത് ഇവിടം വരെ വരുള്ളൂ. അല്ലായിരുന്നെങ്കിൽ ആ വണ്ടി തള്ളിയിട്ട് അപ്പുറം പോയാലും കാര്യമില്ല. 2 ബാർ വെച്ചിട്ടുണ്ട്. 2 പൊക്കിയാലേ കാര്യമുള്ളൂ. 1 ബാർ പൊക്കാനുള്ള വള്ളി കിട്ടി. ഓക്കെ, ഇനി നമ്മളെ മേലെ കണ്ടിട്ടില്ലേ, ആ ബാറായിരിക്കും ആ വള്ളിയായിരിക്കും അടുത്ത ബാർ പൊക്കാനുള്ളത്. മേലെ കയറിയിട്ട് അത് പൊക്കി നോക്കാം. പക്ഷെ ഇത് നമ്മൾ പോകുമ്പോൾ ഇത് താന്നു കൊണ്ടിട്ടോ. ഓക്കെ, രണ്ടാമത്തെ ബാറും പൊന്തുന്നുണ്ട്. ഇപ്പോൾ 2 ബാറും പൊക്കാനുള്ള വള്ളി കിട്ടി. പക്ഷെ ഇതെങ്ങനെ ഒരുമിച്ച് പൊന്തും? ഇതിൻ്റെ ഇടയിൽ കൂടെ ഇറങ്ങാനും പറ്റില്ല, ഇറങ്ങിയാൽ തീർന്നു. ഓക്കെ, ഇത് പൊക്കി വെച്ച് ഓടിപ്പോയിട്ട് അടുത്തത് വലിച്ച് 2 ഒരു പകുതിയിൽ നിൽക്കുമ്പം പോകണം. അതാണ് ലക്ഷ്യം. ഓക്കെ, ഈ വള്ളി ഒന്നും കൂടെ കിട്ടി. ഓക്കെ, ഒന്നും കൂടെ പൊക്കാനുള്ള അവസരം കിട്ടി. ഇത് മാക്സിമം പൊക്കി വെച്ചിട്ട് അടുത്ത വള്ളിയിലേക്ക് അടി, അതും പൊക്കുക. മറ്റേത് താഴാനാകുമ്പോഴത്തേക്ക് പോയി ചാടുക. അതേ രക്ഷയുള്ളൂ.
നിങ്ങളായിരുന്നെങ്കിൽ ഇവിടെ നിന്ന് എങ്ങനെ രക്ഷപ്പെടും? ഓഹ്, ആ വണ്ടി ഇവിടെ എത്ര അടുത്ത് കൊണ്ടൊക്കെണ്ടായിരുന്നു. ഓ പാളി 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 പാളി, ചത്ത് ചത്ത്. നിങ്ങളായിരുന്നെങ്കിൽ എന്ത് ചെയ്താൽ? ഞാൻ വെറുതെ ഇവിടെ കൊണ്ടുപോയി ലൈഫ് തെളിച്ച്. അപ്പം 5 6 6 പ്രാവശ്യം തോന്നി ചാവുന്നു. എത്ര പ്രാവശ്യം ചത്താവും? ഓ, ഇപ്പോൾ സ്റ്റെപ്പൊന്നും ഇറങ്ങണ്ട, ചാടി സ്പീഡ് കൂടിയിട്ടാണ്. എന്തായാലും ഈ സാധനം ഇവിടെ കൊണ്ടുവച്ച് ആദ്യം മേലത്തെ വെള്ളി എടുത്ത് ഒന്നും കൂടെ ട്രൈ ചെയ്ത് നോക്കാം. ഇതിൽ ഞാൻ എങ്ങനെയെങ്കിലും അപ്പുറം കിടക്കും. സംഭവം ഇൻട്രസ്റ്റിംഗ് കേട്ടോ. പല പല കെണികളാണ് നമ്മൾ ഒരുക്കി വെച്ചിരിക്കുന്നത്. അത് സോൾവ് ചെയ്യാൻ പറ്റുന്ന തന്നെ വലിയ കാര്യം. ചില സ്ഥലത്തു നിന്നൊക്കെ നമ്മൾ പെടും. നോക്കാം. അപ്പോൾ വള്ളി ഇപ്പോൾ പോകുമല്ലോ ചേട്ടാ. 1 മിനിറ്റ് 1 സെക്കൻഡ് വൈകിയാൽ നമുക്കൊന്നും നടക്കില്ല കേട്ടോ. ഒന്ന് മിസ്സായാൽ ഒരു പരിപാടി നടക്കില്ല. ഓക്കെ, ഇത് ആടി അപ്പുറത്തെ വള്ളി പിടിച്ചിട്ട് അതും പൊക്കിയിട്ട് ഓടിപ്പോകണം. അല്ലെങ്കിൽ ഓക്കെ, മറ്റേ തോന്നു വരുന്നുണ്ട്, ഇത് പൊന്തി വരുന്നുണ്ട്. ഓക്കെ, ആ പോട്ടെ 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 പോട്ടെ, എനിക്ക് ഗ്യാപ്പില്ല. ഓ, ജസ്റ്റ് മില്ലി. എന്തായാലും അത് കഴിഞ്ഞു. അല്ലായിരുന്നു കാണായിരുന്നു. ഇതെന്താ കൂണോ? കൂണ് തിന്നാൻ തവളയോ? തവളയാണോ എലിയാണോ? എന്തൊരു സാധനം. നമ്മൾ പോവില്ല, അതോടെ കിട്ടും. നമുക്ക് പ്രശ്നമില്ലാത്ത സ്ഥിതിക്ക് നമ്മൾ പോകും. ഇങ്ങനെ ഒരു സാധനം നമ്മൾ നേരത്തെ കണ്ടുവരുന്നു കേട്ടോ. ഓ മൈ ഗോഡ്, അത് തലയിലേക്ക് ഇട്ട്. ഇത് തന്നെത്താനെ തിരിച്ചു പോന്ന്. ആ വെയിൽ തട്ടിയപ്പോൾ തിരിച്ചു പോന്നു. എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. ചാടാൻ പറ്റുമോ നോക്കണം. ചാടാൻ പറ്റുന്നുണ്ട്. വേറൊന്നും ചെയ്യാൻ പറ്റുന്നില്ല കേട്ടോ. തന്നെത്താനെയാണ് എൻ്റെ പോക്ക്. ചാട്ടൽ മാത്രം. ഇപ്പോൾ നേരെ താഴെ വീണിരുന്ന് തീർന്നേനെ. അവന്മാർ ഇത് തിന്നാനുള്ള സാധനം തോന്നുന്നു. അതോ വേറെ ഇട്ട് തരുമോ? ഇതാ വെയിൽ വന്ന് അപ്പോൾ തിരിച്ചു പോണ്. ഓക്കെ, ഈ സാധനം അവിടെ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ കയറി നോക്കാം അവന്മാർ തിന്നുമില്ലോ. ഓക്കെ, അത് തന്ന്. ഇപ്പം നമുക്ക് സുബോധം തിരിച്ചു കിട്ടി. നമ്മളെങ്കിൽ ഇതെന്താണ്? എന്തൊക്കെയോ ചക്രവും പൈപ്പും എന്തൊക്കെയോ ഉണ്ട്. ഇത് ഇവിടെ ഉണ്ടല്ലോ സാധനം. തലയിൽ വീഴുമോ? തവളാന്ന് വിളിക്കണോ എലിന്ന് വിളിക്കണം? ചാടിച്ചാടിയൊക്കെയാണ് പോണത്. എന്തോ ഒരു സാധനം. ഇതൊരു പൈപ്പൊക്കെ കാണുന്നുണ്ട്. ഇത്രയും വലിയ കുഴി. ഒരു മരമുണ്ട്. ആ മരം കുറച്ച് ഇപ്പുറത്ത് വെച്ചിട്ട് ഓടി ഒന്ന് ചാടി. ഇല്ല, എത്തൂല. പക്ഷെ വെള്ളമാണല്ലോ താഴെ. വെള്ളമാണ്. ഇതും കയറാൻ പറ്റില്ല. അപ്പോൾ കുറച്ച് മരം ഇങ്ങോട്ട് വെക്കാണ്ട് നമുക്ക് മേലെ കയറാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ ഇനി ചാടി മേലെ കയറി ഇതിനകത്തേക്ക് വെള്ളം നിറയ്ക്കണം. അല്ലാണ്ട് ആ മരം പൊന്തൂല. അല്ലാണ്ട് നമുക്ക് അപ്പുറം പോകാനും പറ്റില്ല. ആ പൈപ്പിൻ്റെ മുകളിൽ പൈപ്പിൽ വെറുതെ കണക്ട് ചെയ്താലും വെള്ളം വരില്ല. എവിടെ നിന്നോ വെള്ളം വരുത്താനുണ്ട്. അപ്പം നോക്കാം. നമുക്ക് ഈ സാധനത്തിൻ്റെ മുകളിൽ ചാടി കയറി വെക്കാം. അതിൽ വല്ല വഴിയുണ്ടോ? ഓക്കെ, ജസ്റ്റ് ജമ്പ്. അതിനകത്ത് എന്തൊക്കെയോ വീഴുന്നുണ്ടല്ലോ. തിന്നാൻ തവള വന്നു. പിടിച്ചില്ല. എന്നെ പേടിയാൻ തോന്നുന്നു തവളയ്ക്ക്. ചാടിപ്പോയിട്ടുണ്ട്. ഓക്കെ, ജസ്റ്റ് വീണ്ടും വരുത്താം. അവനെ പിടിക്കും. യെസ്. എന്നെ കണ്ടു കഴിഞ്ഞപ്പോൾ ഇത് അങ്ങോട്ട് ഓടുന്നു. തവള തന്നെ ചാടിച്ചാടിയാണ് പോണത്. നിൽക്കടാ. അയ്യോ, അതിൻ്റെ ഉള്ളിൽ പോയിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് തവള വേണം കറങ്ങുന്ന മെഷീനും. അപ്പം അത് കറങ്ങുന്നുണ്ട്. വെള്ളമൊന്നും വരുന്നില്ല. പക്ഷെ ഇവിടെ ഒരു ലിവറുണ്ട്, നമുക്ക് പിടിച്ചു നോക്കാം. മിന്നൽ എവിടേക്കോ ഷോട്ടായി. ഇടുക്കിയിൽ കറണ്ട്. നല്ല മിന്നൽ. വീണ്ടും ഞാൻ മഴ പെയ്ച്ച്. എൻ്റെ ദൈവമേ, മഴ. ഇനിയിപ്പോൾ മഴ പെയ്ത് ആ വെള്ളം ടാങ്ക് നിറയണം. പോയി നോക്കാം. ഇവിടെ കുറേ വെള്ളം വെറുതെ പോകണ്ടല്ലോ. ആ വള്ളി പിടിച്ചു കഴിഞ്ഞാൽ അത് നേരെ അതിൻ്റെ ഉള്ളിലേക്ക് പോയിക്കോളും. കറക്റ്റ്. ഇപ്പോഴാട്ടോ സ്പീഡായത്. വെള്ളം പൊന്തി വരുന്നുണ്ട്. ഓടിപ്പോവുക, ചാടുക, അപ്പുറത്തേക്ക് കയറുക.
ഓക്കെ ചാടി. ഓ ജസ്റ്റ് ഓമോ ഇപ്പോൾ വെള്ളത്തിൽ പോയാലേ ജസ്റ്റ് മില്ലിക്കോട്ടെ. ഇതേ വെള്ളം താന്നു പോണ്. എന്തോ രക്ഷപ്പെട്ട് അറ്റത്ത് പിടികിട്ടിയതാ കേട്ടോ. പോയി നോക്കാം ബാക്കി. മഴ നിന്നിട്ടില്ല കേട്ടോ. ഞാൻ ഭയങ്കര മഴ പെയ്ത്ത് പെയ്ക്കുന്ന ആളാണ്. ഇതെന്താ ചെളി വെള്ളവും. ഓക്കെ അതിൻ്റെ മുകളിൽ കൂടെ കയറി വെക്കാം. ചെളി വെള്ളത്തിൽ ചാടിയിട്ട് കയറുന്നില്ലല്ലോ. ഇവിടെയൊക്കെ വെള്ളം ലീക്കാവുന്നുണ്ട്. അവിടെ ഒരു വെള്ളം തുറന്ന കാരണം എവിടേക്കാണ് വെള്ളം. ഇത് ഇവിടെ ഒരു ബോക്സ് ഉണ്ട്. എന്തായാലും ആവശ്യം വരും. തള്ളി നോക്കാം. ഇതെങ്ങോട്ടാ? ആ ഗ്യാപ്പ് കൂടെ പോകാൻ പറ്റുമോ? ഇല്ല. പക്ഷെ ഇവിടം വരെ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അവിടെ ഒരു ലിവറുണ്ട്. ആ ലിവർ വലിച്ചാൽ ചിലപ്പോൾ മഴ നിൽക്കായിരിക്കും. മൈക്കോടത്തെ വെള്ളം പൊന്തുന്നു. ചത്ത് 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 ചത്ത്. ഞാൻ വെള്ളത്തിൻ്റെ അടിയിലായി ചത്ത്. വെറുതെ ആവശ്യമില്ലാത്ത ഓരോ ലിവറും വലിച്ച് ചത്താനിട്ടോ. ചത്തേനല്ല ചത്ത്. ഇനി നമുക്ക് ഇത് വലിച്ച് ആ വെള്ളം പൊന്തുന്നതിന് മുമ്പ് ഓടണം. പെട്ടി നമുക്ക് തൽക്കാലം ഇവിടെ വെക്കാം. എന്തായാലും പെട്ടി വെച്ച് പോകേണ്ട കാര്യമൊന്നുമില്ല. എനിക്കൊരു ഐഡിയ തോന്നുന്നുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയ തോന്നുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തിട്ടോ. വെള്ളം വന്ന് പോയി. ഇല്ല 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 ലിവർ ഓണായില്ല. അപ്പോൾ ഓടല്ലേ ചാട്, തിരിച്ചു ചാട്. ആ ലിവർ കറക്റ്റ് വലിക്കും. യെസ്, ഇനി ഓടി രക്ഷപ്പെട്ടു. ജസ്റ്റ് വെള്ളം ഭയങ്കര സ്പീഡിലോട്ട് വരുന്നത്. നമുക്ക് ഈ സാധനം വലിക്കാം. മേലെ എന്തൊക്കെയോ കുറേ പല്ലും ഒരു ചെറിയൊരു ഏണി പോലെ എന്തോ കാണുന്നുണ്ട്. നമുക്ക് അതിൻ്റെ ഉള്ളിൽ കയറിക്കാം. കണ്ടു, ഞാൻ പറഞ്ഞില്ല അത് ആവശ്യം വരുന്നു. ഓക്കെ, നേരെ പൊന്തിയാൽ പല്ലിൽ തലകുത്തി ചാവും. അപ്പോൾ നമുക്ക് ഏണി കയറി പോകും. ഏണി കയറി വെള്ളം അവിടെ കൊണ്ട് നിൽക്കുമോ അത് ഇനിയും വരുമോ? ഇവിടെ ഒരു പെട്ടിയും കൂടെ ഉണ്ട്. ആ പെട്ടി വലിച്ച് ഇപ്പുറ വെച്ച് ആ വെള്ളം മിക്കവാറും മേലേക്ക് വരും. അതിൻ്റെ മുകളിൽ കയറിക്കാം. വരുന്നുണ്ട്. ദൈവം, ഈ പെട്ടി മുങ്ങോ? പെട്ടിക്ക് വലിയ പെട്ടി ഓട്ടയാണോ? ചാടിക്കോടാ അല്ലേ ഇപ്പം ചത്തു. അയ്യോ ചാടാൻ പറ്റുന്നില്ലോട്ടോ. ജസ്റ്റ് അതാ പെട്ടി മുങ്ങി. ദൈവമേ, വെള്ളം അവിടെ കൊണ്ടും നിൽക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഇതേ വരുന്നു. ജസ്റ്റ് ചാടി. വെള്ളം ഇപ്പം നിറയും. ഇതാ ഇവിടെയും വലിച്ച് തുറക്കാവുന്നൊരു സാധനമുണ്ട്. അത് വലിച്ച് തുറക്കന്നെ. ഒരു ബലൂണ് പോലത്തെ ഒരു സാധനം പൊന്തി വരുന്നുണ്ടല്ലോ. ഇവിടെ നിങ്ങൾ എങ്ങനെ രക്ഷപ്പെടുന്നു എന്ന് കമൻറ്റ് ചെയ്തു. എനിക്കൊരു ഐഡിയ ഉണ്ട്. ഓക്കെ, ആ ബലൂണ് പൊന്തി വന്ന സ്ഥിതിക്ക് അതെനിക്ക് ആവശ്യമുണ്ട്. ലാസ്റ്റ് ഒരു മരപ്പറ്റി വെക്കുന്നുണ്ടോ, അത് പൊന്തണമെങ്കിൽ ഈ എന്തെങ്കിലും ഒരു കനം വേണം. അതുകൊണ്ട് തന്നെ ഞാൻ അതിൻ്റെ മുകളിൽ പോയി നിൽക്കാം. ഇപ്പോൾ ഈ ബലൂൺ ഉള്ളതുകൊണ്ട് ബലൂൺ വെള്ളത്തിൽ പൊന്തി വെക്കുന്നതുകൊണ്ട് ഈ മരക്കഷ്ണവും പൊന്തി വെക്കും. അപ്പം ഞാൻ മേലെ എത്തും. ഓക്കെ, ഇന്ന് ഇത്രയും പസിൽ സോൾവ് ചെയ്താൽ മതി. നമുക്ക് ഇതും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത പാർട്ട് 2 നോക്കാം. നമ്മൾ ഈ കളിച്ചത് എങ്ങനെയുണ്ടെന്നും അതിൻ്റെ അഭിപ്രായം കാര്യമൊക്കെ ഒന്ന് വിലയിരുത്തണം. നമുക്ക് എന്തായാലും ഇന്നത്തെ സ്റ്റോപ്പിങ് കറക്റ്റ് ലൈറ്റിൻ്റെ ചോട്ടിൽ പോയിട്ട് സ്റ്റോപ്പ് ചെയ്യാം. അപ്പം ഇതിൻ്റെ അടുത്ത പാർട്ട് ഞാൻ എന്തായാലും ഉടനെ തന്നെ ഇടുന്നതാണ്. അതുപോലെ നമുക്ക് കുറച്ച് അടുത്ത ഗെയിമുകളും നോക്കണം. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എല്ലാം കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. എല്ലാവർക്കും താങ്ക്സ്. നമ്മളതിൻ്റെ അടിയിൽ തന്നെ നിൽക്കുകയാണ്.